നമ്മൾ എൽലേൺ അക്കാദമിയുടെ ക്വിക്ക് ലേൺ സീരീസിലെ പുതിയൊരു സെക്ഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ CSIR നെറ്റ് ലൈഫ് സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ CSIR എക്സാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോർ സബ്ജക്ട് എന്ന് പറയുന്ന പ്ലാൻ ഫിസിയോളജി പാർട്ടിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CSIR 2023 ജൂൺ 2nd ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യമാണ്. ഇറ്റ് ഇസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് ഇസ് വെരി ഈസി. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു പിക്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ആ പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം, ദെൻ ക്വസ്റ്റ്യൻ വായിക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പിക്ചർ എന്താണ്? ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്. ക്ലോറോഫിലും കരോട്ടിനോയിഡും എല്ലാവർക്കും അറിയാലോ എന്താണ്? പിഗ്മെന്റ്സ് ആണ് അല്ലെ? പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽസും കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിൽ കാണിക്കുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. എന്നിട്ട് അവര് നമുക്ക് ആ ഗ്രാഫ്സിൽ മാർക്ക് ചെയ്തിട്ടുള്ള ABC ഏതൊക്കെ പിഗ്മെന്റ് ആണെന്നുള്ളത് അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, എന്താണ്? പിക്ചർ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ പിക്ചർ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തിന്റെ ഗ്രാഫാണ്? വേവ് ലെങ്ത് വേഴ്സസ് അബ്സോർപ്ഷന്റെ ഗ്രാഫാണ്. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ്സിന്റെ അബ്സോർപ്ഷൻ റേഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഈ ഒരു പിക്ചറിൽ നമുക്ക് എക്സ് ആക്സിസിൽ കാണാൻ പറ്റുന്നത് പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ബിറ്റ്വീൻ 380 നാനോമീറ്റേഴ്സ് ടു 740 നാനോമീറ്റേഴ്സ്. അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കുന്ന സമയത്ത് വിസിബിൾ റേഞ്ചിൽ വരുന്ന വേവ് ലെങ്ത് ആണ് നമുക്ക് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് വൈ ആക്സസ് എന്ന് പറയുന്നത് ആ ഓരോ വേവ് ലെങ്ത്തിലും നമ്മുടെ പിഗ്മെന്റ്സ് ആയിട്ടുള്ള ക്ലോറോഫിൽ എ ബി കരോട്ടിനോയിഡിന്റെ അബ്സോർപ്ഷൻ റേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് റീജിയൻ നോക്കൂ, അതായത് വേവ് ലെങ്ത് ബിറ്റ്വീൻ 380 ടു ഒരു 500 റേഞ്ച്. ആ റേഞ്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ 3 പീക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു പീക്ക് മാത്രം തന്നിട്ട് എങ്ങനെയാണ് പിഗ്മെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഫോട്ടോസിന്തസിസിന് വേണ്ടി പ്ലാന്റ് കൺസിഡർ ചെയ്യുന്നത് എത്രയാണ്? 2 വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെയാണ്. സോ ഫസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ ലൈറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏത് വേവ് ലെങ്ത് ആണ് അവർ ചൂസ് ചെയ്യുന്നത്? വിസിബിൾ ലൈറ്റ് ആണ്. വിസിബിൾ ലൈറ്റ് എവിടെ തൊട്ട് റേഞ്ച് ചെയ്യുന്നത്? 400 ടു 750 അല്ലെങ്കിൽ 800 റേഞ്ച് വരെ നമുക്ക് ആരെ എക്സ്പെക്ട് ചെയ്യാം? വിസിബിൾ റീജിയൻ എക്സ്പെക്ട് ചെയ്യാം. അതിൽ തന്നെ ഫോട്ടോസിന്തസിസ് ഫേവർ ചെയ്യുന്നത് 2 ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ 2 ലൈറ്റ്സ് ഏതൊക്കെയാണ്? ബ്ലൂ ലൈറ്റും അതുപോലെ റെഡ് ലൈറ്റും ആണ്. അപ്പൊ ഈ ബ്ലൂ ലൈറ്റിന്റെ റീജിയൻ നമുക്ക് അറിയാം, ഏതാ? 380 അല്ലെങ്കിൽ ഒരു 400 ടു 500 റേഞ്ച് വരുന്ന ലൈറ്റ് ആണ് നമ്മുടെ ബ്ലൂ ലൈറ്റ്. നമ്മൾ പണ്ട് മുതലേ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് എന്ത്? വിബ്ജിയോർ എന്നുള്ള റേഞ്ച്. സോ ഈ വിബ്ജിയോർ എന്നുള്ള റേഞ്ചിൽ വരുന്ന ആദ്യത്തെ ലൈറ്റ് റീജിയൻ ആണ് നമ്മുടെ ബ്ലൂ വയലറ്റ് ഇൻഡിഗോ വരുന്ന ആ ഒരു കോമൺ കളേഴ്സ് അല്ലെങ്കിൽ ഒരു ബ്ലൂ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ റീജിയനിൽ ഏറ്റവും കൂടുതൽ പീക്ക് കാണിക്കുന്നത് ക്ലോറോഫിൽ ബി ആണ്. ബ്ലൂ ബി, അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ റെഡ് ലൈറ്റ്. കാരണം റെഡ് ലൈറ്റ് ആണ് അടുത്ത ഫോട്ടോസിന്തസിസിനെ ഫേവർ ചെയ്യുന്ന ലൈറ്റ്. സോ റെഡ് ലൈറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കാണിക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ എ. സോ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ നമ്മുടെ ഫിസിയോളജിയുടെ തെയ്സ് ആൻഡ് സൈഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചർ ആണ്. അപ്പൊ ഈ പിക്ചറിൽ നിന്നാണ് അവർ ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. കരോട്ടിനോയിഡിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കരോട്ടിനോയിഡ്സിന് എല്ലാ റേഞ്ചിലും ആക്ടിവിറ്റി മിനിമൽ ആണ്. ഔട്ട് ഓഫ് ദാറ്റ് ബ്ലൂ ലൈറ്റിലാണ് ആക്ടിവിറ്റി കൂടുതൽ. അപ്പൊ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരെ ഏതാണ്? എ ആൻഡ് ബി മാർക്ക് ചെയ്യുന്ന സമയത്താണ്. ബിക്കോസ് എ ആൻഡ് ബിയിൽ
നമ്മൾ വിചാരിക്കും ഫോട്ടോസിന്തസിസിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോട്ടോസിന്തസിന്റെ മാക്സിമം കാണാൻ വേണ്ടി പറ്റുന്നത് റെഡ് ലൈറ്റിലാണ്. സോ ആ ഒരു കേസ്, അതായത് റെഡ് ലൈറ്റിൽ ക്ലോറോഫിൽ ആണല്ലോ നമ്മുടെ ഫോട്ടോസിന്തസിലെ പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോഫിൽ എ ആയിരിക്കും എല്ലായിടത്തും പീക്ക് കാണിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ബ്ലൂ റീജിയനിൽ ക്ലോറോഫിൽ ബി ആണ്, ബി ബ്ലൂ എന്ന് ഓർത്ത് വെക്കുക. റെഡ് റീജിയനിൽ ഏതാണ്? നമ്മുടെ ക്ലോറോഫിൽ എ ആണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കാണിക്കുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 മാർക്സിൽ പിക്ചേഴ്സ്, ടേബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതേ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഏരിയയിൽ നിന്ന്, അതായത് ഫോട്ടോസിന്തസിസ് അല്ല, മറ്റൊരു പ്ലാന്റ് ഏരിയയിൽ നിന്ന്, അതായത് ഹോർമോണിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Which of the following statements are regarding cytokine biosynthesis? അല്ലെ, ബയോസിന്തസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് സൈറ്റോകൈൻ ബയോസിന്തസിസുമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ട്രാൻസിയാറ്റിൻ ആൻഡ് ഐസോപെന്റനൈൻ അഡിനൈൻ and common active forms of isoprenoid cytokines. And next statement is cytokines are present as nucleoside glycosidic conjugate but not as nucleotide conjugates. And third statement is dephosphorylation and deribosylation steps are involved in two-step pathway of cytokine formation. And final statement is lonely guy or the log enzyme is involved in the cytokine metabolism. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു ട്രിക്കി ആണ്, പക്ഷേ വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കുന്ന സമയത്ത് ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? സി ഓപ്ഷൻ ആണ്. ACD ഓപ്ഷൻ ആണ് കറക്റ്റ് ആയി വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു തിയറി പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഇതാണ് സൈറ്റോകൈനിന്റെ ബയോസിന്തറ്റിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ ഹോർമോൺസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട സാധനം ഏത് ഹോർമോൺ ഏത് കോമ്പൗണ്ടിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പ്ലാന്റ് ഹോർമോൺസും അവരുടെ പ്രിക്വസറും ഒരു ടേബിൾ ആക്കിയിട്ട് പഠിക്കാം. അപ്പൊ അത് വെച്ച് നമുക്ക് ഒരു പരിധി വരെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് 2023 തന്നെ മോർണിംഗ് ഷിഫ്റ്റില് പ്രിക്വസറും ഹോർമോണും തമ്മിൽ ഒരു ടേബിൾ 4 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു പാത്വേ റിഗാർഡിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വഴി സൈറ്റോകൈനിന്റെ പാത്വേ പഠിക്കാം. സോ സൈറ്റോകൈൻ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അഡിനിൻ ന്യൂക്ലിയോടൈഡിൽ നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ സൈറ്റോകൈനിന്റെ പ്രിക്വസർ എന്ന് പറയുന്നത് അഡിനിൻ മോളിക്യൂൾ ആണ്. സോ ഈ അഡിനിൻ എന്താ? ഒരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ. നമ്മൾ DNA പറയാറില്ലേ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിലെ അഡിനിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. സോ ഈ അഡിനിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം IPT, ഐസോപെന്റനൈൽ ട്രാൻസ്ഫറേസ് എന്നുള്ള ഒരു എൻസൈമിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡൈമീഥൈൽ അല്ലൈൽ ഡൈഫോസ്ഫേറ്റ് എന്നുള്ള ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഈ ഒരു സൈഡ് മാത്രം നോക്കുക, നമ്മൾ ഈ ആരോ മാർക്ക് കാണിക്കുന്ന സൈഡ് മാത്രം നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അഡിനിനെ, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ നമ്മൾ IPT, ഐസോപെന്റനൈൽ ട്രാൻസ്ഫറേസ് എന്നുള്ള എൻസൈമിന്റെ പ്രസൻസിൽ ഡൈമീഥൈൽ അല്ലൈൽ ഡൈഫോസ്ഫേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? IP റൈബോസൈഡ് 5' ട്രൈഫോസ്ഫേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ട് കിട്ടി. അത് ഈ പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ നിങ്ങൾ ഷോർട്ട് ഫോം ആയാലും പഠിച്ചു വെക്കുക. IPRTP എന്നുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി IPRTPയിലേക്ക് സൈറ്റോക്രോം 735A എന്നുള്ള ഒരു എൻസൈം ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ് റൈബോസൈഡ് ട്രൈഫോസ്ഫേറ്റ് കിട്ടും. ഓക്കെ, ട്രാൻസ് റൈബോസൈഡ് 5' ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ TZRTP നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം അഡിനിനെ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്തു? IPT വെച്ച് ട്രീറ്റ് ചെയ്തു. അതിലേക്ക് ഏത് കോമ്പൗണ്ട് ആഡ് ചെയ്തു? DMAPP ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? IPRT കിട്ടി. IPRTനെ സൈറ്റോക്രോം P735A വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ട്രാൻസ് RTP കിട്ടി, അല്ലെങ്കിൽ TZRTP കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈറ്റോകൈനിന് 2 ആക്റ്റീവ് ഫോം ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ സൈറ്റോകൈൻ എന്നുള്ള ഒരു ഹോർമോണ് ഓക്കെ ഇത് ആക്റ്റീവ് സ്റ്റേറ്റിലാണെന്ന് പറയണമെങ്കിൽ അത് 2 ഫോമിലാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ആക്റ്റീവ് ഫോം എന്ന് പറയാറുള്ളൂ. ഒന്ന്
ഐസോപെന്റനൈൽ അഡനൈൻ എന്നുള്ള ഫോം, സെക്കൻഡ് വൺ ട്രാൻസിയാറ്റിൻ എന്നുള്ള ഫോം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫോം ഏതാണ്? ഐസോപെന്റനൈൻ അഡിനൈൻ എന്നുള്ള ഫോമാണ് ഒന്നാമത്തെ സൈറ്റോകൈനിന്റെ ആക്റ്റീവ് ഫോം. സെക്കൻഡ് വൺ ഇസ് ട്രാൻസിയാറ്റിൻ ഫോം. സോ ഈ ട്രാൻസിയാറ്റിനോ ഐസോപെന്റനൈൻ അഡിനോ ആക്കേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ ബയോസിന്തസൈസ് വഴി ആക്റ്റീവ് ഫോം ഉണ്ടാക്കുകയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനു വേണ്ടി ആദ്യം ATPനെ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്തു? IPT വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഡൈമീഥൈൽ അല്ലൈൽ ഡൈഫോസ്ഫേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് IPRTP കിട്ടി. ഇനി ഈ IPRTPയിൽ നിന്ന് നമ്മളൊരു ബൈപ്പാസിംഗ് അങ്ങ് നടത്തും. ആ ബൈപ്പാസിംഗ് ആണ് IPRTPയിലെ 3 ഫോസ്ഫേറ്റിൽ നിന്ന് ആദ്യം ഒരു ഫോസ്ഫേറ്റിനെ കട്ട് ചെയ്തിട്ട് IPRDP ആക്കും. പിന്നീട് ഒരു ഫോസ്ഫേറ്റിനെ കട്ട് ചെയ്ത് IPRMP ആക്കും. ഇനി ഈ IPRMPയെ നമുക്ക് ഡയറക്റ്റ് ഐസോപെന്റനൈൽ അഡിനൈൻ ആക്കാം. ഐസോപെന്റനൈൽ അഡിനൈൻ എന്താ? ആക്റ്റീവ് ഫോം ഓഫ് സൈറ്റോകൈൻ ആണ്. സോ ഈ IPRMPയിൽ നിന്ന് ആക്റ്റീവ് ഫോം ഓഫ് സൈറ്റോകൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു 2 സ്റ്റെപ്പ് മുന്നോട്ട് ചാടുന്ന പോലെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലോഗ് അല്ലെങ്കിൽ ലോൺലി ഗായ്. ഓക്കെ, ലോഗ് അല്ലെങ്കിൽ ലോൺലി ഗായ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ATPനെ IPRTP ആക്കി, പിന്നീട് അതിനെ TZRTP ആക്കി. ഇനി ഈ TZRTPനെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഫോസ്ഫേറ്റുകൾ സബ്സിക്വന്റ് ആയി കളഞ്ഞ് TZRDP ആക്കുന്നു, പിന്നെ TZRMP ആക്കുന്നു. അതിനെ പിന്നീട് നമ്മൾ ട്രാൻസിയാറ്റിൻ ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട ഈ കോമ്പൗണ്ടുകളൊക്കെ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ റിമെമ്പർ, ഫസ്റ്റ് എന്ന് പറയുന്നത് അഡിനിൻ ആണ് നമ്മുടെ സൈറ്റോകൈനിന്റെ പ്രിക്വസർ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ആക്റ്റീവ് ഫോം ഓഫ് സൈറ്റോകൈൻ എന്ന് പറയുന്നത് ഐസോപെന്റനൈൽ അഡിനൈൻ ഫോമോ അല്ലെങ്കിൽ ട്രാൻസിയാറ്റിൻ ഫോമോ ആണ്. ഈ 2 ഫോമുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അഡിനിനെ എന്ത് വെച്ച് ആദ്യം ട്രീറ്റ് ചെയ്യും? DMAPP അല്ലെങ്കിൽ അഡിനിൻ DMAPPയുമായി റിയാക്ട് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് IPT, ഐസോപെന്റനൈൽ ട്രാൻസ്ഫറേസ് എൻസൈം, അതിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് IPRTP ഉണ്ടാക്കും. IPRTPനെ ബൈപ്പാസ് ചെയ്ത് IP ആക്കാം, അല്ലെങ്കിൽ ഐസോപെന്റനൈൽ അഡിനൈൻ ആക്കാം, അല്ലെങ്കിൽ ഈ IPRTPയെ നമുക്ക് സൈറ്റോക്രോം P735A വെച്ച് ട്രീറ്റ് ചെയ്ത് TZRTP ആക്കി അതിനെ പിന്നീട് ട്രാൻസിയാറ്റിൻ ആക്കി മാറ്റാം. അപ്പൊ ഈ 2 പ്രോഡക്റ്റിനെ ഒരു ബൈപ്പാസിംഗ് പാത്വേയിലൂടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ ലോഗ് അല്ലെങ്കിൽ ലോൺലി ഗായ് എന്നുള്ള എൻസൈം. ഇത്രയാണ് സൈറ്റോകൈനിൻ പാത്വേയുടെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ട്രാൻസിയാറ്റിൻ ആൻഡ് ഐസോപെന്റനൈൻ അഡിനൈൻ ആർ ദി കോമൺ ഫോംസ് ഓഫ് ഐസോപ്രിനോയിഡ് സൈറ്റോകൈൻസ് അല്ലെ? കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ആക്റ്റീവ് ഫോംസ്? ട്രാൻസിയാറ്റിനും ഐസോപെന്റനൈൽ അഡിനൈനുമാണ്, അല്ലെങ്കിൽ അഡിനൈലുമാണ്, അങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൈറ്റോകൈൻ ആർ present as nucleoside and glycosidic conjugates but not as nucleotide conjugates. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? കാരണം എന്താ? നമ്മൾ ഇവിടെ ഫോം ചെയ്ത അഡിനിൻ നമ്മുടെ ATPയിലേക്ക് ആദ്യം ആഡ് ചെയ്ത ഈ DMAPPയുടെ പ്രസൻസിൽ ഇവർ എന്തായിട്ടാ മാറുന്നത്? IPRTP ആണ് അല്ലെ? ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് അവര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് അവര് ഫോസ്ഫേറ്റ് കമ്പൈൻഡ് ഫോം, അതായത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡീഫോസ്ഫോറിലേഷൻ ആൻഡ് ഡീറൈബോസിലേഷൻ ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി 2-step പാത്വേ ഓഫ് സൈറ്റോകൈൻ ഫോർമേഷൻ. ശരിക്കും പറഞ്ഞാൽ സൈറ്റോകൈൻ്റെ പാത്വേയിൽ 2 സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. ATPയെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? IPT വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ഈ IPRT ഫോം ചെയ്യുന്നു. അതിനെ പിന്നീട് സൈറ്റോക്രോം 735A വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ട്രാൻസ് RTP ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് 2 എന്ത് സ്റ്റെപ്പുകളാണ്? ഡീഫോസ്ഫോറിലേഷനും അതുപോലെ തന്നെ റൈബോസിലേഷൻ എന്നുള്ള 2 സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് എന്തിൽ കാണാൻ വേണ്ടി പറ്റുക? സൈറ്റോകൈൻ്റെ പാത്വേയിൽ കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോൺലി ഗായ് ഓർ ലോഗ് എൻസൈം എന്തിൽ റോൾ ഉണ്ട്? സൈറ്റോകൈൻ മെറ്റബോളിസത്തിൽ റോൾ ഉണ്ട്. കാരണം നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇവരാരാ? ബൈപ്പാസിംഗ് എൻസൈംസ് ആണ്. സോ ഇവർക്ക് സൈറ്റോകൈൻ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ സൈറ്റോകൈൻ ബയോസിന്തസിസിൽ റോൾ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസേഴ്സ് ആർ A, C, D. അപ്പൊ ഇത് 2 ആണ് ക്വസ്റ്റ്യൻസ്. ഇത് ഇതേ പാത്വേ, ഇത് ബോബി ബുച്ചനാൻ എന്നുള്ള ഓതറിന്റെ പ്ലാന്റ് മോളിക്കുലർ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പിക്ചർ ആണ്. ആൻഡ് ഇത് തെയ്സ് ആൻഡ് സൈഗറിൽ കൊടുത്തിട്ടുള്ള സെയിം പാത്വേ ആണ്. ഓക്കെ.